ഹലോ ഗൈസ്, എല്ലാവർക്കും ചിന്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഗൈസ്, എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അവിടെ എത്തിയ അനുഭൂതി നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം അത്രയും നല്ല രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് പ്ലീസ്, നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് നെയ്യാർ ഡാം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 30 കിലോമീറ്റർ മാറിയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, വിദേശത്തിൽ നിന്ന് വരെ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. അത്രമേൽ പ്രശസ്തി നേടിയ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ 4 ഷട്ടർ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അത് ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഗൈസ്, അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ ബാക്ക് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നത് ഈവനിങ് ടൈമിലാണ്. ഈവനിങ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം പകൽ നല്ല ചൂടായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിന്ന് കാണാനും നല്ല തണുത്ത കാറ്റൊക്കെ കൊള്ളാനും അതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളം കണ്ടാൽ തന്നെ നമുക്കെടുത്ത് ചാടാൻ തോന്നിപ്പോവും. അത്ര തെളിഞ്ഞ വെള്ളമാണ് ഗൈസ്. ഈ സ്ഥലത്ത് നമ്മൾ വരുവാണെങ്കിൽ ഇതൊക്കെ നോക്കി നമ്മളങ്ങ് നിന്ന് പോവും. അത്ര അടിപൊളിയാണ് ഗൈസ് ഈ സ്ഥലം. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. എല്ലാം നല്ല ഫോട്ടോസായിരുന്നു. ബാക്ക്ഗ്രൗണ്ടും ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു ഫോട്ടോസിലെല്ലാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവരൊന്ന് സൂക്ഷിക്കുക. കാരണം ഇത് കല്ല് വെച്ചാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. കണ്ടോ ഗൈസ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. പകലാണ് വരുന്നതെങ്കിൽ നല്ല വെയിലായിരിക്കും. ഈവനിങ് ടൈം ആയിരിക്കും ബെറ്റർ. ഗൈസ്, സത്യം പറയാലോ, എനിക്കിവിടെ നിന്ന് പോവാനേ തോന്നിയില്ല. ചേട്ടനാണേലും വാ പോവാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്യേ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വിളിക്കുന്നതിലും കാര്യമുണ്ടായിരുന്നു. കാരണം ഡാം 6 മണി വരെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെയും പോകാനുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു ഗൈസ്. അവിടെ നിന്നും വരാനേ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞില്ല. ഗൈസ്, ലൈഫിൽ ഈ സ്പോട്ടൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ സ്ഥലത്ത് വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണുക. ഇവിടെ ഒരിടത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലായി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ ബാക്ക് സൈഡിലെ എൻട്രിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. traveling the long tails, used
find the loudest tease. ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ബോട്ടിങ്ങിനൊക്കെ പോകാവുന്നതാണ്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെയൊന്നും ഇറങ്ങുന്നില്ല. ഗൈസ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അകത്തോട്ട് പ്രവേശിക്കാനും പാസ് എടുക്കേണ്ടതാണ്. ഗൈസ് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടാതെ നോട്ടിഫിക്കേഷനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ സീസണാണ്, എന്നാലും ഇത്രയും ചക്കയൊക്കെ ഞാൻ ഇപ്പോൾ തന്നെയാണ് കാണുന്നത്. നിങ്ങളോ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? എന്നാൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു. ഇതൊരു ഗോപുരം എന്നൊക്കെ പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഈ സ്റ്റെപ്പിലൂടെ ഇതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ കഴിയും. ഗൈസ് അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും നടന്നൊന്ന് കണ്ടിട്ട് വരാം. To go, 'cause I am happy on this island. Wanna be my fatherland. I don't ever want to leave. I'm in a tropic club. ഗൈസ് ഞങ്ങളിപ്പോൾ എന്തേ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാണാം. Die out too hard. We were traveling the mountains just to find the loudest tease. ഗൈസ് അപ്പോൾ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് പാർട്ട് 2 കാണാം. അതുവരേക്കും ബായ്.